നമസ്തേ. ഒരു നിയമം ജനം അംഗീകരിക്കുമ്പോഴാണ് ആ നിയമത്തിന് ശക്തി ഉണ്ടാകുക, അഥവാ അത് നിയമമായി മാറുക. ജനത്തിൻ്റെ അംഗീകാരം അതിന് വേണം. ഇപ്പോൾ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെയൊക്കെ കോടതി വിധികൾ വരുന്നു. ആന എഴുന്നള്ളിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇനി അങ്ങനെ എഴുന്നള്ളിപ്പ് നടന്ന ക്ഷേത്ര ഭരണാധികാരികളുടെയും അതിനോട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ കോടതി നോട്ടീസ് അയക്കുന്നു. ഇത് ആചാര ലംഘനം നടത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആരുടെ ശ്രമത്തിൻ്റെ ഭാഗം? കോടതിയുടെ അല്ല. കോടതി നിലവിലുള്ള നിയമത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എങ്കിൽ ആ നിയമം അനുകൂലമല്ലെങ്കിൽ, ജനത്തിന് അനുകൂലമല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കാലം ആരാധിച്ച് അനുഷ്ഠിച്ചു വന്നിരുന്ന രീതി, മറ്റുള്ളവർക്കാർക്കും തടസ്സമില്ലാത്ത ആ രീതി, അനുഷ്ഠാന കർമ്മങ്ങൾ, അത് നിയമം അനുകൂലമല്ലെങ്കിൽ ആ നിയമം മാറ്റുന്നതിനാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഇനി ആ ജനപ്രതിനിധികൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, കൈകൊട്ടി നാമം ജപിച്ച് നടന്നാലൊന്നും പരിഹാരമാവുമെന്ന് തോന്നുന്നില്ല. നാമം ജപിച്ചാൽ ആർക്കും അവിടെ ഇരുന്ന് നാമം ജപിക്കട്ടെ, ആര് തിരിഞ്ഞു നോക്കാൻ എന്നാവും. പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കുകയും പ്രതിഷേധത്തിൻ്റെ ശക്തി എത്തേണ്ടയിടത്ത് എത്തിക്കേണ്ടതായ രീതിയിൽ ആ പ്രതിഷേധത്തിന് ശക്തി ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ് അതിന് തീരുമാനമെടുക്കുള്ളൂ, നിയമപരമായ മാറ്റങ്ങൾ വരുത്തുകയുള്ളൂ. ഇനി ഏത് കോടതി വിധിച്ചാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അങ്ങനെ തന്നെ നടക്കും. അത് നടത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിൻ്റെ ധർമ്മം. ആ വിശ്വാസധർമ്മം അങ്ങനെ തന്നെ പോകും എന്ന് ഒരു വിശ്വാസി സമൂഹം തീരുമാനിക്കുന്നിടത്ത് ഈ നിയമവും അപ്രസക്തമാകും. കുറേ കേസുകളും കാര്യങ്ങളൊക്കെ വരുമെന്നല്ലാണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരെയും കൊല്ലുന്നൊന്നുമില്ലല്ലോ. ഇനി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയുടെ എഴുന്നള്ളിപ്പിൽ ആനകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് എന്തിനാണെങ്കിലും ഉണ്ടാകും. ആനകൾക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഇതെല്ലാം അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. അതിനൊന്നും മാറ്റം വരുത്തേണ്ടതില്ല. ഈ ആനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, സമ്മതിച്ചു. ഇനി ആനകൾ മാത്രമല്ല ഈ സമൂഹത്തിൽ ഈ ജീവികളായിട്ടുള്ളത്. ദിവസവും റോഡിലൂടെ ഇറങ്ങിയാൽ നമുക്കറിയാം, റോഡ് സൈഡിൽ മുഴുവൻ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഓരോ സ്ഥലത്തും ചോര വാർന്നൊലിക്കുന്ന മാംസകഷ്ണങ്ങൾ. എന്താ? അതും ജീവികളല്ലേ, അതും മൃഗങ്ങളല്ലേ? അവർക്കുമില്ലേ ജീവിക്കാനുള്ള അവകാശം? അല്ലെങ്കിൽ അവർക്കുമില്ലേ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം? ഈ ആനകൾക്കോ ഈ ഉത്സവ പറമ്പിലേക്ക് വരുന്ന ആനകൾക്ക് മാത്രമേ ഉള്ളൂ? രാവിലെ എഴുന്നേറ്റൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ചോര വാറുന്നതും കണ്ടു വേണം നമുക്കിറങ്ങാൻ. പല സ്ഥലത്തും ഈ ഇതൊക്കെ വാരിയെടുത്ത തല വരെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ജീവികൾക്കൊന്നും ഇല്ലേ ഈ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ലേ? ഈ ആനകൾക്ക് മാത്രം സംരക്ഷണം മതിയോ? ചോദ്യം ചെയ്യപ്പെടേണ്ടടുത്ത് ചോദ്യം ചെയ്യുകയും ചോദിക്കേണ്ടടുത്ത് ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സമൂഹത്തിൻ്റെ ആവശ്യം നിലനിൽക്കുകയുള്ളൂ. വെറുതെ ഇരുന്നാലൊന്നും സമൂഹത്തിന് ആവശ്യം നിലനിൽക്കുകയില്ല. പ്രതിഷേധത്തിന് ശക്തി ഉണ്ടാകണം. അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെ തന്നെ നടക്കും, ഏത് എതിർപ്പുകൾ ഉണ്ടായാലും എന്ന ബോധ്യം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കുണ്ടാകണം. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റ് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ, പരമാവധി ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തിയിരുന്ന അതേപോലെ തന്നെ ആനകൾക്ക് ഭക്ഷണവും വെള്ളവും മറ്റു ഇതെല്ലാം കൊടുത്തുകൊണ്ട് ആ ആഘോഷം അതേ രീതിയിൽ തന്നെ നടത്താൻ നമുക്ക് കഴിയണം. അത് അല്ലെങ്കിൽ ജനപ്രതിനിധികളെ കൊണ്ട് നിയമം മാറ്റി എഴുതിക്കാൻ നമുക്ക് കഴിയണം.
അതിന് ചെറിയ ചെറിയ പ്രതിഷേധങ്ങളൊന്നും മതിയാകുമെന്ന് തോന്നുന്നില്ല. ഈ ഉത്സവങ്ങളെല്ലാം ആഘോഷിക്കപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന സമൂഹം ഒറ്റയ്ക്കും കൂട്ടായും സാമുദായികമായും ഒക്കെ അവരവരുടെ പ്രതിഷേധങ്ങൾ എല്ലായിടത്തും അവരവർക്ക് കഴിയുന്ന രീതിയിൽ അറിയിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇത് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിലുമായിട്ടോ മറ്റുമൊക്കെ പങ്കുവയ്ക്കുക. ആ പങ്കുവയ്ക്കൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് നിയമം മാറ്റേണ്ടതാണെങ്കിൽ മാറ്റപ്പെടുക തന്നെ ചെയ്യുന്നത്. നമ്മളറിയണം, ആനകൾക്ക് മാത്രമല്ല സംരക്ഷണം വേണ്ടത്, ഈ കെട്ടിത്തൂക്കി വലിച്ചിട്ടിരിക്കുന്നവർക്ക് വേണം. ഇങ്ങനെ എത്രയോ കോഴികളെയാണ് ദിവസവും കൊല്ലുന്നത്, എത്രയോ പക്ഷികളെയാണ് ദിവസവും കൊല്ലുന്നത്, എത്രയോ താറാവും കൂട്ടങ്ങളെയാണ് വെറുതെ കൊന്നൊടുക്കുന്നത്. ആർക്ക് വേണ്ടിയാ? രോഗം മനുഷ്യർക്കുണ്ടാകുന്നില്ലേ? മനുഷ്യർക്കുണ്ടാകുന്ന രോഗം വരുന്നാൽ ഉടൻ മനുഷ്യരെ കൊന്നൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, കൂട്ടത്തോടെ താറാവുകളെ കൊന്നൊടുക്കുന്നു. നമ്മൾ മിക്കവാറും കാണാറുള്ളതാണ് അല്ലേ? പക്ഷിപ്പനി എന്നും പറഞ്ഞ്. ഇവർക്കൊന്നും ജീവിക്കാനുള്ള അവകാശമില്ലേ? അപ്പോൾ അവകാശം എന്ന് പറയുന്നത് വെറുതെ തോന്നിയതുപോലെ ആകരുത്. നിയമം എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കണം. എല്ലാവർക്കും നിയമം എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കണം. എല്ലാ ഇതിനും ഒരുപോലെ ആയിരിക്കണം. അങ്ങനെ എല്ലാത്തിനും ഒരേ നിയമം അല്ലാത്തിടത്തോളം കാലം ആ നിയമം ലംഘിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്കായിട്ട്. അതുകൊണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കണം. എല്ലാവർക്കും നമസ്തേ.